പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചൽസിൽ നടന്ന ആ സംഭവം. ജനുവരി 5-ാം തീയതി ഒരു മീറ്റിംഗ് അവിടെ നടന്നു. അതിൽ ദൈവത്തെ മറന്ന് ദൈവത്തെ വെറും പൂജ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അവിടെ തന്നെ ഉണ്ടായി. എല്ലാവരും കൈകൊട്ടി സ്വീകരിച്ചു. പക്ഷേ നമ്മളൊരു കാര്യം ഇവിടെ മറക്കരുത്. ബേബി ജോൺ കലയന്താനി എഴുതിയ, യേശുദാസ് ആലപിച്ച ഒരു ഗാനമുണ്ട്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ എന്ന് തുടങ്ങുന്ന ആ ഗാനം. അതിനകത്ത് ആ ഗാനം നിങ്ങൾ യൂട്യൂബിൽ കയറി എടുക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഒരു 10 തവണ കേട്ടാലും ഒരു നഷ്ടവുമില്ല അതിനകത്ത്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ബേബി ജോൺ കലയന്താനി നമ്മളെ അറിയിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഒക്കെ ജീവിതം ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം. എല്ലാവരും അല്ല കേട്ടോ, ഒത്തിരി നല്ല ആളുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള നല്ല നല്ല ആളുകളുണ്ട്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചൽസിൽ കണ്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരവിടെ മീറ്റിംഗ് കൂടി, അവരെല്ലാം വളരെ കാര്യമായിട്ട് പറഞ്ഞ അവസാനം ഗോഡ് എന്ന ആ ബോർഡിലുണ്ട്. അതിനകത്ത് ആ വീഡിയോ കണ്ടാൽ കാണാം, അറിയാൻ പറ്റുമത്. അതായത് ഗോഡ് 0 എന്ന് എഴുതിയിരിക്കുന്നത്. ഒക്കെ എല്ലാം വലിയ വലിയ കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അത് സംഭവിച്ചത് ജനുവരി 5-നായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു തീ പൊട്ടിപ്പുറപ്പെട്ടു, ഒരു വലിയ എക്സ്പ്ലോഷൻ. സാധാരണ എക്സ്പ്ലോഷനല്ല, അനേകം ഭവനങ്ങൾ കത്തിയെരിഞ്ഞു, അനേകരവിടെ മരിക്കുകയും ചെയ്തു. എന്തൊക്കെ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അത്രമാത്രം കാര്യങ്ങളാണ്. ആ തീ കെടുത്താനായിട്ട് അവിടുത്തെ അതോറിറ്റീസ് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും കെടുത്താൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ആ തീ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ദൈവത്തോട് കളിച്ചാൽ ദൈവത്തെ നമ്മൾ ഒരിക്കലും അങ്ങനെ പുട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല. കാരണം ദൈവമാണ് സർവ്വത്തിൻ്റെ ഉടയവൻ. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, നമ്മുടെ അപ്പച്ചനാണ്. നമ്മളെ ദൈവം എല്ലാ രീതിയിലും അവിടുന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ അത് വലിയൊരു കേട്ടോ. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം പ്രകാരം പറയുന്നു. യേശു പ്രതിവചിച്ചു, ഇതാണ് 1-ാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല. കേട്ടല്ലോ. അപ്പം നമ്മൾ ദൈവത്തെ അത്രമാത്രം നമ്മൾ സ്നേഹിക്കണം. കാരണം ദൈവം നമ്മുടെ എല്ലാമാണെന്ന് ഓർക്കണം. കണ്ടോ, ഒന്നുകൂടി ഞാൻ ആ വചനം റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ആണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ദൈവപ്രമാണങ്ങൾ 10 ഉണ്ട്. എങ്കിലും അതെല്ലാം കൂടെ സംഗ്രഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 29-ാം തിരുവചനം ധ്യാനിക്കേണ്ട ഒരു വിഷയമാണത് കേട്ടോ. ഇന്ന് മനുഷ്യർക്കാർക്കും അങ്ങനെയുള്ളൊരു ചിന്ത ഇല്ല. ലോകത്തിലെ സുഖങ്ങൾ, മറ്റെല്ലാ സുഖങ്ങളുടെ പിന്നാലെ പോവുക, മദ്യപാന ആസക്തി,
എത്ര കുടിച്ചാലും മതിയാകുകയില്ല. എന്നിട്ട് നൃത്തം ചെയ്ത വഴി കൂടെ എല്ലാം ആഭാസതരങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുക. ഒത്തിരിയധികം നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നൊരു പ്രധാന കാര്യം കൊലപാതകങ്ങളുടെ എണ്ണം, അപകടങ്ങളുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അടിച്ചു കൊല്ലുക, കുത്തിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക മാത്രമേ ഉള്ളൂ. വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്ന ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന രണ്ടാമത് പറയുന്നില്ല. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കൊലപാതകമോ ഇതുപോലെ സംഭവിക്കുമോ? പിന്നെ അലറിക്കൊണ്ട് നടക്കുന്ന ഒരു സിംഹത്തെ പോലെയാണ് സാത്താൻ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്. പത്രോസ്ലീഹ അത് എഴുതിയിട്ടുണ്ട്, ദൈവവചനമാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം കേട്ടോ. ഈ അലറിക്കൊണ്ട് നടക്കുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന സാത്താനെ ആരെ വിഴുങ്ങണമെന്നോർത്ത് ഇങ്ങനെ നടക്കുകയാണ് സാത്താൻ. അപ്പോൾ നമ്മളത് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഒന്ന് എടുക്കണം കേട്ടോ. അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം, ആ സിംഹം അതാണ് സാത്താൻ. ആ സാത്താനെ പറ്റിയാണ് പത്രോസ്ലീഹ പറയുന്നത്. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിതെല്ലാം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ മനുഷ്യരാരും ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ബോധവാന്മാരല്ല. മനുഷ്യർക്ക് അതിനെപ്പറ്റി ചിന്തയില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്നാ ചെയ്യേണ്ടത്? വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ കേട്ടോ, 1 പത്രോസ് 7-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. അങ്ങനെയാണ് പത്രോസ്ലീഹ ആദ്യത്തെ നമ്മുടെ പോപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയമാണിത് വാസ്തവത്തിൽ. എല്ലാം നിസ്സാരമായിട്ട് കാണരുത്. ഓരോന്ന് കണ്ടു മറന്നുക, പിന്നെ അന്നേരം കാണും, പിന്നെ അങ്ങ് മറന്നു കളയും. പക്ഷെ നമ്മൾ ഇതൊക്കെ ഓരോ പാഠമാണ്. യേശുദാസ് പാടിയിരിക്കുന്ന പാട്ട്, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുതെന്നുള്ള ആ ഗാനം എത്ര അർത്ഥവത്തായ ഒരു ഗാനമാണത് വാസ്തവത്തിൽ. നമ്മളത് അതിനെപ്പറ്റി ചിന്തിക്കണം, അതിനെപ്പറ്റി ധ്യാനിക്കണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇന്ന് രാവിലെ തോന്നിയ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് ഈ ചിന്തകൾ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മൾ ലോസ് ആഞ്ചലസിലും അവിടെയുള്ള സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി, ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് USA വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ആ വലിയ സംഭവങ്ങൾ, ഇപ്പോഴും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് വളരെ സമചിത്തതയോടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, ധാർമ്മിക അധപതനം പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ അത് പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മധ്യസ്ഥയാണ്, സർവ്വകൃപാവര മധ്യസ്ഥയാണ്, അഭിഭാഷകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ മാതാവിനോട് പ്രത്യേകമായിട്ട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ മാതാവ് നമ്മൾ തൻ്റെ തിരുപുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ശിഷ്യന്മാർ എല്ലാവരും ഭയന്ന് വിറച്ചപ്പോൾ, എന്താണ് ആ കടൽ അലറിക്കൊണ്ട് വന്നപ്പോൾ കർത്താവായ ഈശോ അതിൽ തന്നെയാണ്, ആ വള്ളത്തിലുണ്ടായിരുന്നു. അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, അല്പവിശ്വാസികളെ എന്നാണ് വിളിച്ചത്.
നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു അല്പവിശ്വാസികളെ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഒറ്റ വാക്കുകൊണ്ട്. അതാണ് ദൈവം, അത് സൃഷ്ടിച്ചവനാണത്. അത് നമ്മൾക്ക് കാണാനുള്ള കഴിവില്ലേ? ഈ ജനങ്ങൾക്കൊന്നും ഇത് ബോധമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നവരെ, ദൈവം വട്ടപൂജ എന്നൊക്കെ പറയുന്നവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.